നീ ഇവിടെ എന്ത് ചെയ്യുവാ? നിന്നെ ഇവിടേക്ക് അനുകരിക്കാൻ വിട്ടതാണോ? ഒന്നും മതി, റിംഗ് ഊരാൻ പറ്റുന്നില്ല. അതിനിടയ്ക്കും ഞാൻ നിന്റെ പെയിൻ. നീ ഒരു കാര്യം പറഞ്ഞേ. അല്ല, നിന്റെ അടുത്തേക്ക് ഈ അവാർഡൊക്കെ എങ്ങനെയാ കയറി വരുന്നേ? പിന്നെ നീ ജുവൽസിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു എനിക്ക് തോന്നുന്നത്. ആദ്യം കാർത്തികയുടെ നെക്ലസിന്റെ പേരിലായിരുന്നു പഴി കേൾക്കേണ്ടി വന്നേ. ഇപ്പതാ കയ്യിൽ മോതിരം കുരുക്കി വെച്ചിരിക്കുന്നു. നീ കാരണം ഞാൻ ഓരോ കുഴിയിൽ പെട്ടോണ്ടിരിക്കുക. നീ ഇപ്പൊ എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നു, നിർത്താമോ? ഇതിനു വേണ്ടി എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത്. അതാണെങ്കിൽ എന്റെ കൈ നൂരാനും പറ്റുന്നില്ല, കുടുങ്ങിയിരിക്കുക. ഐ നീഡ് ഹെൽപ്പ്. എന്നാ ശരി, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ. അല്ല, കത്തി എവിടെ? കത്തിയോ? ഇവിടെ എന്തിനാ കത്തി? അയ്യോ, നീ ഈ റിംഗ് മുറിച്ചാ പിന്നെ അത് അണിയിക്കുന്നത് എങ്ങനെയാ? ഞാൻ റിംഗ് മുറിക്കില്ല, നിന്റെ വിരല് മുറിച്ച് മോതിരം പുറത്തെടുത്തോളാം. എനിക്ക് ഈ ഫേസ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നീ പേടിക്കുന്ന ആ ഫേസ്. നീ ഇപ്പോഴും തമാശ കളിക്കുക. നിനക്കറിയില്ലേ പുറത്ത് എല്ലാവരും ഈ റിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇതാണെ കൈ നൂരാനും പറ്റുന്നില്ല. എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. വേഗം നന്നായി പതപ്പിക്ക്. ശ്രദ്ധിച്ചു വേണം, വേദനയൊക്കെ എടുക്കും. ഒരു മിനിറ്റ്, ഞാൻ ചെയ്യാം. നിൽക്ക. പിന്നെ ഊരാൻ പറ്റുന്നില്ലല്ലേ? ഇനിയിപ്പോ നീ കൈ കഴുക. ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം. നീ ഇവിടെ നിൽക്ക, ഞാൻ നോക്കട്ടെ. ഇവിടെ ലോഷൻ ഉണ്ടോ? ഞാൻ ഇപ്പൊ ശരിയാക്കാം. വേദന കുറയുന്നേ. എന്നാ നീ ചിരിക്ക, ഞാൻ ഊരുന്നില്ല. ശരി, നീ ഊതിക്കോ. ഒരു മിനിറ്റ്, നിന്റെ വിരലില് സ്ക്രാച്ച് വീണിരിക്കുക. ഇവിടെ വല്ല ഓയിന്റ്മെന്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു ബാൻഡേഡ് എന്നാലും മതി. ഓയിന്റ്മെന്റ് ഉണ്ട്, പക്ഷെ ഇതൊരു തീരെ ചെറിയ സ്ക്രാച്ച് അല്ലേ. അത് കുഴപ്പമില്ല, തനിയെ മാറിക്കോളും. ഇവിടെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ 1 സെക്കൻഡ്. പ്രീത ചേച്ചി, കിരൺ സർ, റിംഗ് എടുത്തു. ഓക്കേ, വാ പോ. പ്രീത ചേച്ചി, എത്ര സമയമായി? അതി മോതിരം കൈ നൂരാൻ പറ്റുന്നില്ലായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാ ഊരിയത്. രാധിക വലിയമ്മ നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്തിരിക്കുക. വേഗം വരാൻ പറഞ്ഞു. അപ്പു, മോഹൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, റിംഗ് സെറമണി ആരംഭിക്കാൻ പോവാ. റിംഗ് സെറമണി കഴിഞ്ഞാലുടൻ നിങ്ങൾക്കറിയാലോ, ആ ബന്ധുക്കളെല്ലാം ചെറുക്കനും പെണ്ണിനും ചുറ്റും നിന്ന് ഡാൻസ് തുടങ്ങും. അവരൊക്കെ കൈ കൊട്ടിക്കൊണ്ടേയിരിക്കും. ബാക്കിയുള്ള അതിഥികൾ ടേബിളിനടുത്തേക്ക് വരും ചൂടുള്ള ആഹാരം കഴിക്കാൻ. അവർ വരുമ്പോ ടേബിളിൽ ഭക്ഷണം അല്ലെങ്കിൽ വേഗം തന്നെ ഭക്ഷണം എല്ലാ ടേബിളിലും സെർവ് ചെയ്യണം. ഇപ്പൊ തന്നെ പൂരി ഉണ്ടാക്കാൻ തുടങ്ങിക്കോ. ഓക്കെ ചേച്ചി, എല്ലാം തയ്യാറാ. ചേച്ചി പറഞ്ഞ അപ്പൊ തന്നെ വിളമ്പാം. 10 മിനിറ്റിനുള്ളിൽ പൂരി റെഡിയാക്കി കൊടുക്കാം. ഓക്കെ? അത് പിന്നെ മോനെ, നീ മസാലയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടില്ലേ? എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. കൊടുക്ക്. അറിയാലോ, അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ. എന്തേലും കുറവ് വന്നാൽ അതൊരു വലിയ പ്രശ്നമാകും. വേണ്ട, നിന്റെ പപ്പ എനിക്കറിയാം. ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും, കറികളൊക്കെ നല്ലതായിരിക്കും. കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യേ, ആ പായസം ഒന്ന് രുചിച്ചു നോക്കട്ടെ. നിന്റെ പപ്പ ഉണ്ടല്ലോ, എന്തുമാത്രം മധുര ചേർക്കുന്നറിയോ?
മധുരം കുഴപ്പമില്ലല്ലോ, പക്ഷെ വേറെ എന്തോ രുചി തോന്നുന്നു. നീ ബദാം നന്നായി ചേർത്തിട്ടുണ്ടല്ലോ. ആ കശുവണ്ടി, എല്ലാം ചേർത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി, എല്ലാം നോക്കി തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെന്താ? അത് പോട്ടെ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇനി ശരിയാക്കാൻ പറ്റില്ലല്ലോ. ടൈം ഒട്ടുമില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ പുറത്തേക്ക് പോവാ. നീ പെട്ടെന്ന് തന്നെ ആഹാരം പുറത്തേക്ക് കൊണ്ടുപോവാ. പൂരിയൊക്കെ നല്ല ചൂടായിട്ടുണ്ടാക്കിയിട്. ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. പെട്ടെന്ന് ആട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് വേഗം ജോലി തീർത്തോ. അപ്പൊ പെട്ടെന്ന് തന്നെ ആഹാരം പുറത്തേക്ക് കൊണ്ടുപോവാ. ആ ടേബിളൊക്കെ ശരിയാക്കിയിട്. ഇവര് സമയം ഒത്തിരി വൈകിപ്പിച്ചല്ലോ. അത് ശരിയാ, ഇപ്പൊ തന്നെ നിശ്ചയത്തിനുള്ള സമയം വൈകി. എനിക്ക് തോന്നുന്നു രാധിക മോതിരം മാറും മുമ്പ് തന്നെ മരുമകളെ മാറ്റാനുള്ള പുറപ്പാടിലാന്ന്. നിങ്ങൾ എന്നോട് ചെയ്തത് വളരെ മോശമായി പോയി എന്റെ ഭാവി മദറിൻലോ. നിങ്ങൾ ഈ ചെയ്തതും ഞാൻ ഒരിക്കലും മറക്കില്ല. ഷളിൻ, റിലാക്സ്. ചേട്ടൻ പറഞ്ഞല്ലേ മോതിരം കൊണ്ടുവരുമെന്ന്. പറഞ്ഞ കൊണ്ടുവന്നിരിക്കും. സമാധാനായിരിക്കും. എല്ലാരും നോക്കുന്നുണ്ട്. ഞാൻ എത്ര നേരമായി കേൾക്കുന്നു വരുന്നുണ്ടെന്ന്. ഇതുവരെ വന്നില്ലല്ലോ. ഒന്ന് നിന്നെ, കിരണിനെയും പ്രീതയും ആരെയും കാണുന്നില്ലല്ലോ. എനിക്കെന്തോ പേടിയാകുന്നു. അതിഥികളെല്ലാം കാത്തിരിക്കുന്നു. അവര് വരും, സമാധാനിക്കൂ, അവര് വരും. മോ ഇതറിങ്. മോനെ, നീ വന്നോ? മോതിരം ഊരിയെടുത്തോ? അയ്യോ, എനിക്കിനി മരിച്ചാലും വേണ്ടില്ല. താങ്ക് യു സോ മച്ച് മോനെ. നിനക്കറിയോ, നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ. ഈ സ്നേഹപ്രകടനം നമുക്ക് പിന്നീടാവാം. ഇവനെ വിട്, നിന്റെ മൂത്ത മകൻ അവിടെ കാത്തിരിക്കുക. ശരിയാണല്ലോ, വാ പോകാം. തിരുമേനി, നിശ്ചയത്തിന്റെ മോതിരം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചടങ്ങ് നടക്കട്ടെ. മോനെ, മോതിരം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എത്ര സന്തോഷാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇനി ഈ മോതിരം നിന്റെ പ്രതിശ്രുത വധുവിനെ അണിയിക്കാം. ഇത് പിടിക്ക്. ഇനി മോതിരശാളിനെ അണിയിക്ക്. രോഹിത്, എന്താമ്മേ? ഈ മോതിരശാളിനെ അണിയിക്ക്. ഷേളൻ എന്തിനാ എന്നെ ഇത്ര ദേഷ്യത്തോടെ നോക്കുന്നേ? ഓ, ചിലപ്പോ ഞാൻ കാരണം വിവാഹ നിശ്ചയം താമസിച്ചത് കൊണ്ടായിരിക്കും. രോഹിത്, നീ പ്രീതയെ നോക്കി നിൽക്കുന്ന എന്തിനാ? ഷേളിൻ നിന്റെ ഭാവി വധുവാണ്. അവളെ ഒന്ന് നോക്കിയേ, എന്തു ഭംഗിയാ അവളെ കാണാനെന്ന്. ചില വേഗം. അമ്മ, ഇത് ഈ റിങ് പ്രീതിയുടെ വിരലിൽ അണിയിക്കേണ്ടിയിരുന്നത്, ഷെർലിന്റെ വിരലിലല്ല. എനിക്കറിയാം നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന്. ഇതല്ലേ, ഈ മോതിരം പ്രീതയുടെ വിരലിലാണ് ചേരുന്നതെന്ന്. അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അമ്മേ, എനിക്ക് പ്രീതയെ. എനിക്കറിയാം മോനെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന്. ഇതല്ലേ, ഈ മോതിരം പ്രീതയെയാണ് അണിയിക്കേണ്ടതെന്ന്. ആക്ച്വലി എന്താന്നോ, തെറ്റുപറ്റിയത് എനിക്കാ. ഡിസൈൻ കാണാനുള്ള ധൃതിയില് ഞാൻ ആ മോതിരം അവളുടെ വിരലിൽ അണിയിച്ചു. എനിക്കറിയായിരുന്നോ അത് അവളുടെ വിരലിൽ കുടുങ്ങിപ്പോകുന്നു. പാവ, ഒത്തിരി വേദനിച്ചു കാണും അവൾക്ക്. ഈ മോതിരം ഊരി കിട്ടിയില്ലായിരുന്നെങ്കിലേ ഇന്ന് ഈ നിശ്ചയം തന്നെ മുടങ്ങിപ്പോയെന്നെ. അറിയോ, അതുകൊണ്ടല്ലേ. ഐ ആം റിയലി വെരി സോറി. അമ്മ എന്നെ മനസ്സിലാകുന്നില്ല. അമ്മ എന്നെ മനസ്സിലാകുന്നതേ ഇല്ല. എടത്തി, ഇന്ന് എന്റെ സ്വന്തം മോനോട് എല്ലാം അങ്ങ് പറഞ്ഞു തീർക്കുകയാണോ? അതെ, എൻഗേജ്മെന്റിനുള്ള മുഹൂർത്തം കഴിയാറായി. ആദ്യം അത് നടക്കട്ടെ. ശരിയാ ചേച്ചി, ചേച്ചി പറയുന്നത് വളരെ ശരിയാ. വാ രോഹിത്, നിശ്ചയത്തിന്റെ മുഹൂർത്തം കഴിയാറായി. നിശ്ചയം നടത്തണ്ടേ മോനെ? വാ. അല്ലേ അമ്മേ? കമോൺ രോഹിത് സർ. അപ്പൊ പ്രീത ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഈ എൻഗേജ്മെന്റ് നടക്കണമെന്ന്. ഞാൻ സാറിനെ എന്റെ സുഹൃത്തായിട്ടാ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് സാറ് കല്യാണത്തിന് സമ്മതിക്കണമെന്നാ. പ്രതിശ്രുത വധുവിന്റെ ഇടം കൈയിലെ മൂന്നാമത്തെ വിരലിൽ ഈ മോതിരം അണിയിക്കുക. ചിലപ്പോൾ മറ്റൊരു ജന്മത്തിൽ മറ്റൊരു മോതിരം അണിയിച്ച് നമ്മൾ തമ്മിലുള്ള നിശ്ചയം നടക്കും പ്രീത. എൻ്റെ ഈ വിശ്വാസം പൂർത്തീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇതുപോലൊരു ജന്മം ഇനി തരല്ലേ ഈശ്വര. പ്രീത കൂടെ ഇല്ലാത്തൊരു ജന്മം.
നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. രോഹിത് മോനെ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. മോനെ, എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? കൺഗ്രാറ്റുലേഷൻ ഷെർലിൻ. പെർഫെക്റ്റ് ടൈമിംഗ്. ഇവിടെ നിശ്ചയം കഴിഞ്ഞു, അവിടെ ഭക്ഷണവും റെഡിയായി കഴിഞ്ഞു. ഇനി തുടങ്ങുകയായി എന്റെ ഡ്രാമയുടെ വിജയം. ആ അപ്പു ഭക്ഷണമൊക്കെ എടുത്തു വെച്ചില്ലേ? വെജിറ്റബിൾ കറിയും നോൺ വെജ് ചേച്ചി കറിയും എല്ലാം വിളമ്പിട്ടുണ്ട്, ചേച്ചി വിഷമിക്കണ്ട. അപ്പൊ മധുരവും പായസം ഞാൻ അവിടെയാ ആ വെച്ചിരിക്കുന്നത്. നന്നായി. ആ നീ കിസ്മിസ് വിതറിയില്ലേ? എല്ലാം ഓക്കെയാ, കേസരി. ഒരു കുഴപ്പമില്ല. ആ ശരി, എങ്കിൽ പിന്നെ എല്ലാവരോടും ആഹാരം തയ്യാറാണെന്ന് അങ്ങനെ പറയാം. പറഞ്ഞു വിശക്കുന്നവർക്കൊക്കെ വന്ന് കഴിക്കാവുന്ന. രോഹിത്തിന്റെ കണ്ണിൽ ഞാൻ ഒരുപാട് പ്രണയം കണ്ടു. ഇനി ആ കണ്ണിൽ ഞാൻ വെറുപ്പ് കാണും പ്രീത. അതിൽ നിന്ന് നിന്നെ ആർക്ക് രക്ഷിക്കാൻ കഴിയില്ല, ആർക്കും. രോഹിത് സാർ, കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഷാലിൻ, കൺഗ്രാറ്റ്സ്. 1 സെക്കൻഡ്. പ്രീത, പ്രീത, നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തല്ലോ. പക്ഷെ ഞങ്ങളൊക്കെ ഒരു ഉന്മേഷവും ഇല്ലാത്ത നിശ്ചയമാണ് എൻജോയ് ചെയ്യേണ്ടത്. നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? നീ ഒന്ന് സ്വയം ആലോചിച്ച് നോക്ക്. എന്റെ എൻഗേജ്മെന്റിൽ എത്ര അടിപൊളി ഡാൻസ് ആയിരുന്നു എന്ന്. ആൻഡ് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. സൃഷ്ടി തന്നെ ആ ഇവന്റും ഓർഗനൈസ് ചെയ്തേ. പക്ഷെ ഇവിടെ നോക്കിയേ, ഒരു രസവും ഇല്ല. ഐ മീൻ, ഇവിടെ എന്തെങ്കിലും നടക്കും അതോ ഇല്ലേ? എല്ലാം നടക്കുമോളെ. ഡാൻസ് ഉണ്ടാകും, പാട്ടുണ്ടാകും, തമാശകൾ നടക്കും. പക്ഷെ ആദ്യം വിശപ്പെടക്കണ്ടേ? ആഹാരം കഴിച്ചിട്ട് പിന്നെ ബാക്കി കാര്യം. പപ്പ, ആഹാരം കഴിച്ചിട്ട് എങ്ങനെ എല്ലാവരും ഡാൻസ് ചെയ്യുന്നേ? അല്ലേ രോഹിതേട്ടാ? ഓഫ് കോഴ്സ്. Come on, രോഹിതേട്ടാ. ഓക്കെ, വാ, 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 വാ. ഇത് കൊള്ളാലോ. നിശ്ചയം കഴിഞ്ഞപ്പോ തന്നെ ഡാൻസിന് നീ സമ്മതിച്ചോ? ഇത് വളരെ നല്ല കാര്യം തന്നെ, വളരെ നല്ല കാര്യം തന്നെ. By the way, we have organized the music. Come on, രോഹിതേട്ടാ, go for it. ഇല്ല ചേട്ടാ, ഇന്ന് എന്നെ കണ്ണുരുട്ടി കാട്ടിയാൽ ഞാൻ പേടിക്കാനൊന്നും പോണില്ല. കാരണം ഇത് വീടാണ്, ഓഫീസല്ല. ചേട്ടന്റെ അധികാരം കാണിക്കാൻ അല്ലേ? വാ ചേട്ടാ, ബി എ സ്പോർട്ട്. കം ഓൺ ചേട്ടാ, come on. സമർ, എനിക്കിപ്പോ ഒരു മൂഡില്ല. ഗേൾസ് എന്തെങ്കിലും പറയൂ. കം ഓൺ. We want dance. ഓക്കെ, ഫൈൻ ഫൈൻ. പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യില്ല. അതുപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ കൂടെ തന്നെ ഡാൻസും ചെയ്യണം. നീ ഇന്ന് ഒരുപാട് സ്മാർട്ട് ആണല്ലോ. നിനക്ക് എന്താ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്താല്? ഞങ്ങൾക്ക് പാർട്ട്നേഴ്സ് ഇല്ല ഡാൻസ് ചെയ്യാൻ. നീ ഡാൻസ് ഒറ്റയ്ക്ക് ചെയ്താൽ മതി. ശരി, എന്നാ ഐഡിയ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് പാർട്ട്ണർ ഉണ്ട്. അല്ല, നീയാണ് എന്റെ പാർട്ട്ണർ. പിന്നെ കിരൺ ചേട്ടാ, ഡോണ്ട് വറി, ചേട്ടന്റെ പാർട്ണർ എന്റെ അടുത്തുണ്ട്. ചെല്ലു പ്രീത, കം ഓൺ. ഞാനോ? ഈ കിരൺ ചേട്ടൻ എന്തായി പറഞ്ഞു വരുന്നത്? ചേട്ടന് പാർട്ണർ ഇല്ലെന്ന്. പ്രീതയുടെയും ചേട്ടന്റെയും അഫെയർ നടക്കുന്ന കാര്യം എനിക്ക് അറിയില്ലെന്നാണ് അവരുടെ വിചാരം. അമൽ, നീ ഇതിൽ ഐസ് ഇട്ടില്ലേ? നോക്ക്, നന്നായിട്ട് നോക്ക്, ഐസ് ഉണ്ടോ? എല്ലാം റെഡിയായി കഴിഞ്ഞു. ആഹാരം കഴിക്കാൻ എല്ലാവരും വിളിച്ചോളൂ. ആ ശരി ശരി. ആ ഒരു മിനിറ്റേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഫംഗ്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടെ സംസാരവും ഡാൻസും ഒക്കെ ആയിരിക്കും. ആ വിശപ്പുള്ളവർക്കെല്ലാം ഞങ്ങൾ ടേബിളിൽ ആഹാരം വിളവി കഴിഞ്ഞു. ചെറിയ ഹാളായതുകൊണ്ടുള്ള ഗുണം ഇതാണ്. നിങ്ങൾക്ക് ആഹാരം കഴിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഡാൻസും കാണാം. വിശപ്പുള്ളവരൊക്കെ വന്ന് ദയവായി ആഹാരം കഴിച്ചോളൂ. ഈ ഐഡിയ കൊള്ളാം. രണ്ട് കാര്യങ്ങളും ഒരുപോലെ നടന്നുകൊള്ളും. എല്ലാം എന്റെ പ്ലാൻ അനുസരിച്ച് തന്നെയാ നടക്കുന്നേ. ഇപ്പോൾ ഡാൻസ് നടക്കും, പിന്നെ ഡിസാസ്റ്റർ. എന്തുപറ്റി? മറന്നുപോയോ ഷാട്ടി? ഓർത്ത് വെച്ചോ, നിന്നോടൊപ്പം ഡാൻസ് ചെയ്യുന്നത് നിന്നോടുള്ള സഹതാപം കൊണ്ടാ. അവസാനം അത് മറക്കരുത്. ഈ ജിറാഫിനോട് ഹെൽപ്പ് ചോദിച്ചാൽ എനിക്ക് തെറ്റിപ്പോയി. പിന്നെ ഇവളെന്താ കാരുണ്യം കാട്ടും പോലെ പറയുന്നേ. ഇനി വട്ടുപിടിച്ചവൾ എന്ത് ഫേവറാ ചോദിക്കുന്നത് ആർക്കറിയാം. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്ത് വന്നാലും അപ്പൊ കാണാം.
എല്ലാം നന്നായി നടന്നുവല്ലേ? താങ്ക് യു. നിങ്ങളും കഴിക്കുന്നേ. ഓക്കേ. പായസം. ഏയ് Sorry. Don't eat this. ഏയ് Mom, I'll let you know. Just don't eat, please. ആന്റി എന്തായി കാണിക്കുന്നേ? അത് കഴിക്കാതെ നീ എന്തായി കാണിക്കുന്നേ? നീ തരൂ. ആന്റി ഇതിൽ റാറ്റ് പോയിസൺ ഉണ്ട്. What? എനിക്കറിയാം ഇത് അമ്മയുടെ ഫേവറേറ്റ് ഡിഷ് ആണെന്ന്, പക്ഷെ ഇപ്പൊ വേണ്ട. ഇപ്പൊ ഇത്ര കഴിച്ചാൽ മതി. വേണ്ട, എനിക്ക് ഞാൻ കാണുമ്പോ മുതൽ അമ്മ സ്നാക്സ് കഴിക്കായി. ഇപ്പൊ ദാ ഡെസേർട്ടും കഴിച്ചു. ഇനി കഴിച്ചാൽ വയറുവേദന വരും. അതെന്താ? ഇനി അമ്മ ഇത് ഒട്ടും കഴിക്കില്ലെന്ന് എനിക്ക് പ്രോമിസ് തരൂ. പ്രോമിസ് മീ. പ്രോമിസ് മീ. ഡാം ഇറ്റ്, ഈ കവിത എനിക്ക് വട്ടു പിടിച്ചോ? എന്തായി ചെയ്യുന്നേ? പ്രോമിസ്. പ്രോമിസ്. സിറ്റ്. ഭ്രാന്തായോ ഇവൾക്ക്? പായസം കഴിക്കരുതെന്ന്. എന്താ ഇത് കാണിക്കുന്നേ? എന്താ ഇത്? എന്താ ഇത്? ആന്റി എന്താ ഇത്? ആന്റിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തൊക്കെയാ കാണിക്കുന്നേ? നിനക്കാ ഭ്രാന്ത്. ഞാൻ ഇവരെയൊക്കെ രക്ഷിക്കാൻ നോക്കുക. റിലാക്സ്, കാം ഡൗൺ. ആർക്കും ഒന്നും സംഭവിക്കില്ല. കുറച്ചേ ഇട്ടുള്ളെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വളരെ വലുതാകും. വലിയ പ്രോബ്ലം ഉണ്ടായാൽ അവിടെ പാനിക് അറ്റാക്ക് ഉണ്ടാകും. പാനിക് ഈസ് ഇമ്പോർട്ടന്റ് ആന്റി. ഒന്ന് മനസ്സിലാക്ക. ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ അവസ്ഥ അത്രയും അപകടം പിടിച്ചതാകണം. അതായത് വീട്ടിലുള്ളവർക്കെല്ലാം ഭ്രാന്ത് വരുന്നത് പോലെ. അഥവാ നമ്മൾ ഇവരെല്ലാം വെറുതെ വിട്ടാലുണ്ടല്ലോ, നമ്മുടെ ഗെയിം പ്ലാനല്ലേ പ്രീതിയെ രോഹിതിനെ വേർപിരിക്കാനുള്ള, അത് ഫെയിലായി പോവും. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്ത് ചെയ്യും? എന്നാൽ രോഹിതിന് മനസ്സിലായാൽ ആ പ്രീത കാരണം അയാളുടെ ഫാമിലിയുടെ ജീവന് തന്നെ ആപത്തുണ്ടായെന്ന്, എങ്കിൽ അവൻ ആളിൽ നിന്ന് അകന്നു പൊക്കോളും. മനസ്സിലായ ആന്റിക്ക്? പക്ഷേ അപ്പ ആന്റി സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഗെയിം പ്ലാൻ ഫെയിലാകുന്നതൊന്നും ചെയ്യില്ലെന്ന്. ഇനി ഞാൻ പുറത്തു പോയി എല്ലാവർക്കും കുറേശ്ശെ മധുരം കൊടുത്തിട്ട് വരാം. നോക്കതൊക്കെ. കാം ഡൗൺ. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി. ഒന്നും സംഭവിക്കില്ല. എന്തൊക്കെയുണ്ട്? അല്ല, നിങ്ങക്ക് പായസം കിട്ടിയില്ലേ? പ്രീതയുടെ മാമൻ ഉണ്ടാക്കിയതാ, വളരെ ടേസ്റ്റിയാ. താങ്ക് യു. യു വെൽക്കം. ഇതാ, ഇതും കൂടി കഴിച്ചോ. ഇതെന്താ, ഭക്ഷണം വിളമ്പാനുള്ള സമയമായി, എന്നിട്ടും ടേബിൾ അറേഞ്ച് ചെയ്തിട്ടില്ലല്ലോ. എല്ലാവരും ബിസിയാണെന്ന് തോന്നുന്നത്. ഞാൻ തന്നെ എടുക്കാം. വാ, ഞാൻ തന്നെ സഹായിക്കാം. അത് പിന്നെ സാരയിലോടോ, ഞാൻ തന്നെ സഹായിക്കാന്ന്. വേണ്ട, അതവിടെ വെക്ക്. എന്തുപറ്റി? ഇന്ന് സാറിന്റെ എൻഗേജ്മെന്റാ. സാർ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. സാർ ഇതൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാ വേണ്ട, ഇവിടെ വെക്ക്. സാരമില്ല പ്രീത, ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ. അതെന്താന്ന് വെച്ചാലോ, ഇപ്പൊ ഞാനും ജിമ്മി പോകാൻ തുടങ്ങിയ, എന്താ പറയാ, ആ 6 പാക്ക്. ഞാനും ആ 6 പാക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. രോഹിത് സാർ, ഇത് തമാശയൊന്നുമല്ല. ഇത് അപ്പുറത്തെടുത്ത് വെച്ചാൽ മതി, ഞാൻ തന്നെ ചെയ്യാം. തൊട്ടടുത്തല്ലേ കൊണ്ടുപോണ്ടേ? എന്നാ വാ. എന്താന്ന് വെച്ചാലേ, ഇതൊന്നും എനിക്ക് ശരിക്കും എടുക്കാൻ അറിയില്ല. ഓഹോ മോളെ, ഞാനിത് എന്തായി കാണുന്നത്? നിന്റെ ഭാവി വരനെ നോക്കി മനസ്സിൽ പുഞ്ചിരി തൂക്കി നിൽക്കുകയാണോ? എനിക്ക് ഒരുപാട് സന്തോഷമായി. ആക്ച്വലി കുറച്ചു നേരം മുൻപ് വരെ എനിക്ക് മനസ്സിൽ പേടിയായിരുന്നു, നിനക്ക് എന്നോട് ദേഷ്യമാണോന്ന്. പ്രീതയുടെ വിരലിൽ ആ റിങ് കുടുങ്ങിപ്പോയില്ലേ മോളെ, അതുകൊണ്ട് അമ്മയല്ലേ അത് ഇട്ടു കൊടുത്തത്? ആ മോളെ, ഞാനാ അത് ഇട്ടു കൊടുത്തത്. പക്ഷേ അറിയാതെ സംഭവിച്ചു പോയതാണ്, മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഇറ്റ്സ് ഓക്കെ അമ്മേ, സാരമില്ല. ഒരു സെക്കൻഡ്, ആ വെയിറ്ററിങ് വന്നേ. അമ്മ ഈ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് കഴിച്ചു. അയ്യോ വേണ്ട മോളെ, പായസം കഴിച്ചാൽ ഞാൻ ഇനിയും തടി വെക്കും. വേണ്ട വേണ്ട വേണ്ട. ആ അമ്മ, ഒരു സ്പൂണ്, നല്ല സ്വാദുണ്ട്.
സരള വളരെ നന്നായിട്ടാണല്ലോ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്പൂൺ കൂടെ. വേണ്ട വേണ്ട, എനിക്കിനി കഴിക്കാൻ പറ്റില്ല മോളെ, എന്റെ വയറ്റിൽ സ്ഥലമേ ഇല്ല. അമ്മ എന്തൊരു ടേസ്റ്റ് ആണ്. ഒരു സ്പൂൺ കൂടി. ഒരു സെക്കൻഡ് നിക്ക്. അയ്യയ്യയ്യോ. അച്ഛാ ഇതെന്തൊരു പരിപാടിയാണ്? അച്ഛ പാർട്ടിയിലെല്ലാം അമ്മയെ ഒറ്റയ്ക്കാക്കി കറങ്ങി നടക്കുവാണല്ലോ. നോട്ട് ഫെയർ. അച്ഛനൊരു കാര്യം ചെയ്യും, ഈ സ്വീറ്റ് അമ്മയ്ക്ക് കൊടുക്ക. വളരെ ടേസ്റ്റിയാണ്. ഇത് നല്ല കാര്യമാണല്ലോ. ഭാവി മരുമകൾ ഭാവി അമ്മായി അമ്മയെ നന്നായി കെയർ ചെയ്യുന്നുണ്ടല്ലോ. ഐ ലൈക്ക് ഇറ്റ്. നീ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആ അവസരം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇത് കഴിച്ചിട്ട് തന്നെ കാര്യം. നിങ്ങളിത് കഴിച്ചാൽ ഇനിയും തടി വെക്കും കേട്ടോ. പക്ഷെ ഞാൻ കഴിക്കില്ല, എനിക്ക് വേണ്ട. നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ശരി, എന്നാ തന്നോ, സ്നേഹത്തോടെ പറയല്ലേ. കണ്ടില്ലേ എന്തൊരു സ്നേഹമാണെന്ന്. അങ്ങനെ ഇത് ഇത് കഴിക്കേ, ഇത് കഴിക്കുന്നേ. വേണ്ട അച്ഛാ, അത് ആക്ച്വലി എന്താന്ന് വെച്ചാ ഞാൻ പ്രീതയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പായസം കഴിച്ചു, അതുകൊണ്ടാ. ശരി, ഒരു കാര്യം ചെയ്യാം. അമ്മ ഇനി അച്ഛന് കൊടുക്ക. എങ്ങനെയുണ്ട്? മോള് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ. നിങ്ങൾ എനിക്ക് തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തരാതിരിക്കുവോ? നിന്റെ കൈ കൊണ്ട് തന്നാലും വിഷമാണെങ്കിലും ഞാൻ കഴിക്കും. അപ്പൊ അത് തന്നെയാണെന്ന് കരുതി കഴിച്ചോളൂ. ഐ മീൻ ടു സേ, പഴയ ആളുകൾ പറയുമായിരുന്നു മുതിർന്നവർക്ക് മധുരം വിഷത്തിന് സമമാണെന്ന്. അതൊക്കെ ശരിയാ, പക്ഷെ എനിക്കങ്ങനല്ല. തരൂ. അതെ, നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും വിഷമേറ്റ് തുടങ്ങണം. അപ്പോഴേ എന്റെ പ്ലാൻ 100% സക്സസ്ഫുൾ ആകും. ഇത് ഒരു സ്പൂൺ കൂടി കഴിക്കുന്നേ, നല്ല രുചിയുണ്ട്. ഫോൺ റിംഗ് എന്ന് കേട്ടില്ലേ? ഈ ഒരു സ്പൂൺ കൂടി. ഇവൾക്ക് ഭയങ്കര കയ്പാ, കുറച്ചുകൂടി മധുരം. അതെ, ഇത് കൂടി കഴിച്ചു. ഓഹോ, ഓ എന്റെ ദൈവമേ, എന്റെ മരുമകൾക്ക് ആരുടെയും കണ്ണു പെടാതിരിക്കട്ടെ. എന്താ അമ്മേ? Are you all right? അത് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ, കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നത് പോലെ. ഓ ഗോഡ്, ഈ കവിതാന്റി വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, അമ്മ ഇവിടെ ഇരിക്കേ, ഞാൻ അമ്മയ്ക്ക് വെള്ളം കൊണ്ടുവരാം. ഓക്കെ, ഇപ്പൊ വരാം. ആന്റി, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയല്ല നടക്കുന്നത്. ആന്റി അതിൽ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഹലോ, സിറ്റി ഹോസ്പിറ്റൽ. മതി, ആ മൂലയിൽ വെക്കാം. ഇവിടെയാണോ? സാർ ഇവിടെ വെച്ചോളൂ. താങ്ക് ഗോഡ്, ഇതുകൂടി ഉണ്ട് കേട്ടോ. താങ്ക് യു രോഹിത് സാർ. ഫോർ വാട്ട്? അത് അല്ല, ഇതിന് മാത്രമല്ല, സാർ അന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ? സൗഹൃദത്തിന്റെ ശക്തി കാണിച്ചു തന്നു. അതായത് സാർ എന്റെ അമ്മയ്ക്ക് പണം നൽകി ഞങ്ങളോട് ഇത്രയും വലിയ ഫേവർ ചെയ്തു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പ്രീത, എന്താന്ന് വെച്ചാ അന്ന് താൻ തന്റെ വലിയ സെൽഫ് റെസ്പെക്ട് കൊണ്ടുള്ള ഈഗോയുമായല്ലേ വന്നത്, അല്ലാതെ സൗഹൃദത്തിന്റെ പേരിലല്ലോ. ഒരു മിനിറ്റ്, എന്താ സെൽഫ് റെസ്പെക്ട് കൊണ്ടുള്ള ഈഗോയോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. പിന്നെ ആദ്യം തന്നെ പറയാം, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. തീർച്ചയായും ഉണ്ടല്ലോ. അത് അപ്പോൾ മാത്രമേ കാണാൻ സാധിക്കൂ. നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ തന്നെ ഒതുക്കി വെക്കുമ്പോൾ. പിന്നെ നമ്മുടെ ഫ്രണ്ടിനോട് പോലും അതേക്കുറിച്ച് ഒന്നും പറയാതെ എല്ലാം സ്വയം തീരുമാനിച്ച് എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ തനിയെ അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാന്ന് തീരുമാനിക്കും. യുനോ, നമ്മുടെ സുഹൃത്ത് എത്ര നല്ലതായാലും എത്ര തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചാലും നമ്മൾ പ്രശ്നത്തിലാവുമ്പോൾ അതിൽ ഇടപെടുത്താതിരിക്കുന്നത്, അതിനെയാണ് പറയുന്നത് സെൽഫ് റെസ്പെക്ട് കൊണ്ടുള്ള ഈഗോ എന്ന്. സാറ് പറഞ്ഞതിൽ സത്യമുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ വിഷമിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിർബന്ധപൂർവം അവരെയോ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിലെന്ത് തെറ്റാ ഉള്ളത്? പിന്നെ എന്തിനാണ് പ്രീത നമുക്ക് സുഹൃത്തുക്കൾ? അവർക്ക് പരസ്പരം താങ്ങാകാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ദുഃഖത്തിൽ നമ്മുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത്തരം സുഹൃത്തുക്കൾ? ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ശരിയായ സുഹൃത്താണെങ്കിൽ അയാളെ സഹായിക്കുന്നതും അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള ഓരോ അവസരവും വളരെ അമൂല്യമാണ്. കാരണം ഒരു സുഹൃത്ത് എന്ന രീതിയിൽ നമ്മളെ അംഗീകരിച്ച് നമ്മളെ അതിനെ തിരഞ്ഞെടുത്തതല്ലോ, അത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതല്ലേ. നമ്മളിലാരും സൗഹൃദം അടിച്ചേൽപ്പിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ആ ബന്ധം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഏതൊരു വസ്തുവിൽ നിന്നും പണത്തിൽ നിന്നുമെല്ലാം ഉയർന്ന സ്ഥാനമാണ് അതിനുള്ളത്. അതുകൊണ്ട് അതെനിക്ക് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ പ്രീതയോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാണ്, പ്രീതയ്ക്കോ സൃഷ്ടിക്കോ നിങ്ങളുടെ അമ്മയ്ക്കോ മുത്തശ്ശിക്കോ എപ്പോൾ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഒരു മടിയുമില്ലാതെ എന്നോടത് തുറന്നു പറയണം.
എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടത്. ആൻഡ് ഐ ഹോപ്പ് പ്രീതയുടെ ആ സെൽഫ് റെസ്പെക്റ്റിൽ നിന്നുണ്ടാകുന്ന ഈഗോ നമുക്കിടയിൽ നിന്ന് എടുത്തു മാറ്റണം. അതെനിക്ക് പ്രോമിസ് ചെയ്ത് തന്നേ പറ്റൂ പ്ലീസ്. അത് രോഹിത് സാർ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ തീർച്ചയായും ഇത് ഡിസർവ് ചെയ്യുന്നുണ്ട്. പ്രോമിസ്. ദാറ്റ്സ് ലൈക്ക് എ സ്പിരിറ്റ്. പിന്നെ ഞാനും പ്രോമിസ് തരികയാണ്, ഞാൻ പ്രീതയുടെ കൂടെ എന്നും ഉണ്ടാവുമെന്ന്. ചേച്ചി അവിടെ എല്ലാരും പെട്ടെന്ന്, എനിക്കറിയില്ല, ഒന്ന് പെട്ടെന്ന് വരുമോ ചേച്ചി, പെട്ടെന്ന് പ്ലീസ്. എന്താ? റിലാക്സ്. സൃഷ്ടി സമാധാനോടെ എന്നോട് പറയാം, എന്താ അവിടെ സംഭവിച്ചേ? രോഹിത് സർ, അവിടെ എല്ലാരും പെട്ടെന്ന് എല്ലാരും ഞങ്ങളെ കുറ്റപ്പെടുത്തോ, ഞങ്ങളൊന്നും ചെയ്തില്ല. ഒരു മിനിറ്റ് സൃഷ്ടി, എനിക്ക് ആകെ പേടിയാവുന്നു. നീ എന്നോട് കാര്യം പറ, അവിടെ എന്താ ഉണ്ടായത്? ചേച്ചി, ഒരുപാട് പേർക്ക് പെട്ടെന്ന് സുഖമില്ലാതായി, ഛർദിക്കുവാ പെട്ടെന്ന്. അല്ല, എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. എല്ലാരും ഫുഡിനെയാ കുറ്റപ്പെടുത്തുന്നത്, പക്ഷെ ഫുഡിലൊന്നും ഇല്ല, പോയിസൺ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കാനാ ചേച്ചി? നമ്മൾ തന്നെയല്ലേ എല്ലാം വെച്ചത്, പുറത്തുനിന്നൊന്നും ഓർഡർ പോലും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാരും നമ്മളെയാ കുറ്റപ്പെടുത്തുന്നത്. ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി. നമുക്ക് അങ്ങോട്ട് പോവാൻ ചേച്ചി, പ്ലീസ്. How could you do this? നീ ഇതെന്താ ചെയ്ത ഷേർലിൻ? What have I done? ഞാൻ എന്ത് ചെയ്തെന്നാ? നിനക്ക് മനസ്സിലായില്ലല്ലേ നീ എന്താ ചെയ്തെന്ന്? ഓ, പുറത്തു പോയി നോക്ക്, എല്ലാവരും വൊമിറ്റ് ചെയ്യാ അവിടെ. നീ കൊടുത്ത വിഷത്തിന്റെ റിസൾട്ട് കാണണമെങ്കിൽ പുറത്തു പോയി നോക്ക്. നീ എടത്തിക്കാണെ സുഖമില്ലാത്തതാ. പിന്നെ ചേട്ടനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യന്റ്, വല്ലത് സംഭവിച്ചാലോ? പോയിസൺ ചേർത്ത പായസം നീ രണ്ടാമത് ഇടത്തെ കൊണ്ട് കഴിപ്പിച്ചതിന്റെ ആവശ്യം എന്താ? ആന്റിക്ക് അറിയില്ല അവരെന്നോട് എന്താ ചെയ്തതെന്ന്. എന്റെ ഭാവി അമ്മായിയമ്മ എനിക്ക് വേണ്ടി മോതിരം പണിതിട്ട് അവരതാ പ്രീതയ്ക്ക് കൊടുത്തു. എന്താ കരുതിയത് ഞാനത് ടോളറേറ്റ് ചെയ്യുന്നു? ഞാൻ എന്തുമാത്രം വേദന അനുഭവിച്ചോ അതുപോലെ അവരും അനുഭവിക്കണം. ആന്റി ടെൻഷൻ ആവണ്ട, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ, ആരും മരിക്കാനൊന്നും പോകുന്നില്ല. How dare you? How dare you talk like that about my family? ഇതെന്റെ ഫാമിലിയുടെ കാര്യം. ഇന്ന് നീ കാണിച്ച സ്റ്റുപ്പിഡ് പ്രവൃത്തിയുടെ ഫലമായി എന്റെ ഫാമിലിയിലാ പ്രശ്നം ഉണ്ടായത്. എന്റെ അമ്മ ആ ഭക്ഷണം കഴിച്ചു, പിന്നെ എന്റെ ചേട്ടനും. ഷേർലിന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോക്കിക്കോ നീ. I swear I will lose my control. I swear. ആന്റി, എന്റെ ആന്റി ഓവർ റിയാക്ട് ചെയ്യുകയാണ്. എന്നെ ഒന്ന് വിശ്വസിക്ക്. വന്നേ, ഒന്നും സംഭവിക്കില്ല, കുറച്ച് സമയത്ത് ബുദ്ധിമുട്ടേ ഉള്ളൂ. Then everything is gonna be sorted out. ആന്റി ഇത് ആലോചിക്കുക, പ്രീതയുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടാൽ ആന്റി എന്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിക്കില്ലേ? എന്നിട്ട് പറയും, കൊള്ളാം ഷേർലിൻ കൊള്ളാം. ആന്റിക്ക് ആന്റിയുടെ തല ഉയർത്തി പിടിക്കാനാകും. ആന്റിക്കും അറിയാവുന്നതല്ലേ, എനിക്കിതൊന്നും ഇഷ്ടമല്ലാത്തതാണ്. പക്ഷെ ഫാമിലിയുടെ ആരോഗ്യത്തിന് നേരെ ചോദ്യം വന്നേ തീരുമെന്നായപ്പോ സോ ഇറ്റ്സ് ഓക്കെ. ഭാഗ്യത്തിന് ആന്റി ഇതുവരെ കഴിച്ചില്ലല്ലോ. പിന്നെ അച്ഛമ്മ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ എന്റെ അമ്മാവനും അമ്മായിയും, അവരുടെ ട്രീറ്റ്മെന്റ് നടന്നോളൂന്നേ. പക്ഷെ ആന്റി ഒന്ന് ആലോചിച്ച് നോക്ക്, അഥവാ ഞാൻ ഇത്രയും വലിയ കാൽവെപ്പ് നടത്തിയില്ലെങ്കിൽ എന്താ നമുക്ക് ഈ റിസൾട്ട് കിട്ടുമോ? ഇനി പ്രീതയ്ക്കും അവളുടെ ഫാമിലിക്കും വരുന്ന ഗതി എന്താണെന്ന് അറിയാമോ? ആന്റിയുടെ ഫാമിലിക്ക് മുന്നിൽ അവർ എന്നേക്കുമായി തരം താഴ്ത്തപ്പെടും.